മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് പോകാം. ഇന്ന് ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിട്ട് 50 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഒരു കഥാപ്രസംഗം നടത്തുന്നതിനായി ബിഗ് ബോസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അക്ബറിനെയും അനുമോളെയുമാണ്. അതേക്കുറിച്ച് സംസാരിക്കാൻ ഇരുവരെയും ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് അവരോട് രണ്ടുപേരോടും ഒരു ടീം സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഡേ 1 മുതൽ 50ാമത്തെ എപ്പിസോഡ് വരെയുള്ള എല്ലാ സംഭവങ്ങളും കോർത്തിണക്കി ആക്ഷേപഹാസ്യ രൂപേണ ഒരു 4 മിനിറ്റിൽ കവിയാത്ത കഥാപ്രസംഗം. അതായിരുന്നു ബിഗ് ബോസ് അക്ബറിനും അനുവിനും കൊടുത്ത ടാസ്ക്. അനുമോൾ കൺഫെഷൻ റൂമിൽ നിന്നും ടീം തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറയുമ്പോഴേ ഇറങ്ങി ഓടി വരുന്നു. എന്നിട്ട് ലിവിങ് റൂമിൽ വന്നതിന് ശേഷം ഷാനവാസ് വാ, ഒനീൽ വാ, ജിഷിൻ വാ, അനീഷ് വാ എന്ന് പറഞ്ഞ് നമ്മുടെ അനുമോള് ഓരോരുത്തരായിട്ട് വിളിച്ചെടുക്കുകയാണ്. ആ കാര്യത്തെ ചൊല്ലിയാണ് നമ്മുടെ അക്ബറും അനുമോളും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നത്. കാരണം ഇതിനു മുമ്പും സ്പോൺസർ ടാസ്കും പല ടാസ്കുകളും വരുമ്പോൾ ഇതുപോലെ ആരെങ്കിലും 2 പേരെ വിളിച്ചതിന് ശേഷം അവരോടാണ് ടീം സെലക്ട് ചെയ്യാൻ പറയുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു വ്യക്തി ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് സെലക്ട് ചെയ്യാനുള്ള അവകാശം മറ്റേ വ്യക്തിക്കാണ്. എന്നാൽ അനുമോൾ ഈ തവണ ഒറ്റയടിക്ക് തന്നെ അനുമോളുടെ ഗ്രൂപ്പിലുള്ളവരെ സെലക്ട് ചെയ്യുകയാണ്. ആ ഒരു സംഭവം കാരണം അക്ബറിനും ദേഷ്യം വരുന്നു. അതുപോലെ തന്നെ സെലക്ട് ചെയ്യാത്തവർക്കും അനുമോളോടൊരു ദേഷ്യം തോന്നുകയാണ്. അനുമോൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ സെലക്ട് ചെയ്തെടുക്കുന്നു. എന്തായാലും അതിനുശേഷം അനുമോളും അക്ബറും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അനുമോൾക്ക് തെറ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. അനുമോൾ എന്നിട്ട് ലക്ഷ്മിയെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വാ, അഭിലാഷ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വാ എന്ന് പറയുന്നു. അപ്പോൾ അഭിലാഷും തിരിച്ച് ദേഷ്യത്തിൽ തന്നെ പറയുന്നു, ഇല്ല ഞാൻ നിന്റെ ഗ്രൂപ്പിലേക്ക് വരുന്നില്ല, ഞാൻ അക്ബറിന്റെ ഗ്രൂപ്പിൽ തന്നെ നിന്നോളാം എന്ന് പറയുന്നു. അനുമോള് മറ്റ് കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്തെന്നാണ് അവർ പറയുന്നത്. ഇതൊരു ഗെയിം റിയാലിറ്റി ഷോ ആണല്ലോ, ഞാൻ ജയിക്കണം അല്ലെങ്കിൽ എൻ്റെ ടീം ജയിക്കണമെന്ന് എപ്പോഴും ആരാണെങ്കിലും വിചാരിക്കുകയുള്ളൂ. ആ ഒരു എടുത്തുചാട്ടം ഉള്ളത് കൊണ്ടാണ് അനുമോള് ഓടിപ്പോയി അനുമോൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഥാപ്രസംഗത്തിൽ നല്ലതായിരിക്കുമെന്ന് തോന്നിയ കുറച്ച് പേരെ സെലക്ട് ചെയ്തെടുത്തത്. അനുമോളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ തെറ്റൊന്നുമല്ല, പകുതി ശരിയാണ്. പിന്നെ അനുമോള് കുറച്ചുപേരെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്തതുപോലെയും ആയിപ്പോയി. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് അഭിലാഷൊക്കെ അനുമോളോട് ദേഷ്യപ്പെട്ടതും. സത്യം പറഞ്ഞ അനുമോള് ചെയ്യേണ്ടിയിരുന്നത് ഒരാളെ സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യാൻ അക്ബറിനൊരു അവസരം കൊടുക്കണമായിരുന്നു. അങ്ങനെ 1 by 1 സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അക്ബർ ഈ കാര്യത്തിന് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഇതിനു മുമ്പും പലതവണയും സ്പോൺസർ ടാസ്ക് വന്ന സമയത്ത് അക്ബറിന് ഫേവറേറ്റ് ആയിട്ടുള്ളവരെയാണ് വിളിച്ചെടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇതുപോലെ ഇൻസൾട്ടായിട്ട് അനുമോളും സോഫയിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഈ കാര്യത്തെ ചൊല്ലിയാണ് അക്ബർ അനുമോളോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.